വ്യത്യസ്ത ഭക്ഷണ വിഭവങ്ങൾ ഒരുക്കി ഭക്ഷണമേള നടത്തി തൃശൂർ അന്തിക്കാട് KGM LP സ്കൂളിലെ വിദ്യാർത്ഥികൾ. ഷെഫുമാരുടെ വേഷമണിഞ്ഞ കുട്ടികൾ തന്നെയാണ് വിഭവങ്ങൾ പകർന്നു നൽകിയത്. ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് രുചിമേളം എന്ന പേരിൽ നടത്തിയ പരിപാടിയാണ് വ്യത്യസ്തമായത്. അന്തിക്കാട് KGM LP സ്കൂളാണ് വേദി. രുചിവൈവിധ്യം പരസ്പരം എത്തിക്കാൻ കുട്ടികൾ വീടുകളിൽ നിന്ന് തന്നെ തയ്യാറാക്കിക്കൊണ്ടുവന്ന ഭക്ഷണവും പാനീയവുമാണ് പ്രദർശിപ്പിച്ചത്. ആവിയിൽ വേവിച്ചത്, വിവിധയിനം ചമ്മന്തി, എണ്ണപ്പലഹാരങ്ങൾ, പായസം എന്നിങ്ങനെ നിരവധി വ്യത്യസ്ത ഇനങ്ങൾ. പാനീയങ്ങൾ ഉപ്പിലിട്ടത്, അച്ചാറ്, മില്ലറ്റ്, സലാഡുകൾ എന്നിവ യഥേഷ്ടം. ജ്യൂസുകൾ 50 തരം. ശംഖുപുഷ്പം, ഇരുമ്പൻപുളി, ചെമ്പരത്തി എന്നിങ്ങനെ മുളയരി, കുമ്പളങ്ങ, ഇളനീർ തുടങ്ങിയ ഇനങ്ങളിലെ പായസമാകട്ടെ 55 തരത്തിലും. പഴംദോശയും ക്യാരറ്റ് കള്ളപ്പവും പച്ചക്കറിപ്പുട്ടുമായി നാടൻ വിഭവങ്ങൾ 100-ലധികം. എരിവും സ്വാദും ഇടകലർത്തിയുള്ള 40 തരം അച്ചാറും രുചിമേളയിൽ ഒരുക്കിയിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന 575ഓളം കുട്ടികൾ വീടുകളിൽ നിന്ന് തയ്യാറാക്കിക്കൊണ്ടുവന്ന വിഭവങ്ങളാണ് പ്രദർശിപ്പിച്ചത്. നമ്മുടെ അന്തിക്കാട്ടെ KGM LP സ്കൂളിൽ 575 കുരുന്നുകളും അവരുടെ രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ ഭക്ഷ്യമേള എന്നിവിടെ ഒരുക്കുകയുണ്ടായി. 575 കുട്ടികളും 575 തരം വിഭവങ്ങളാണ് ഇന്നത്തെ ഭക്ഷ്യമേളയിലേക്ക് വീട്ടിൽ നിന്ന് ഒരുക്കി കൊണ്ടുവന്നത്. അത് ഇവിടെ പ്രത്യേകം സജ്ജമാക്കിയ കൗണ്ടറുകളിൽ വ്യത്യസ്ത തരങ്ങളായിട്ട് പ്രദർശിപ്പിച്ചുകൊണ്ട് എല്ലാ കുട്ടികൾക്കും അത് കാണാനുള്ള അവസരവും എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നും അതിലെന്തൊക്കെ വെച്ച് ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയതെന്നും അതിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നേരിട്ട് അറിയുന്നതിന് വേണ്ടിയാണ് ഈ പരിപാടി നമ്മുടെ സ്കൂളിലെ PTA നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്തത്. രുചിക്കൂട്ടിന്റെ തലങ്ങൾ തേടിയുള്ള രുചിമേളം എന്ന പരിപാടി കാറ്ററിംഗ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി MG ശ്രീവത്സൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ലിയോ ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രധാനാധ്യാപകൻ ജോഷി D കൊള്ളൂർ, MPTA പ്രസിഡന്റ് സൗമ്യ, PTA വൈസ് പ്രസിഡന്റ് അജിഷ അൻവർ, കോർഡിനേറ്റർ ലിനി MG തുടങ്ങിയവർ സംസാരിച്ചു. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.